എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ട്രഫാൽഗറിനെ ആയിരിക്കും കാണിക്കുക. അവനും അവന്റെ സംഘം ഇപ്പൊ ഹായ് ആയിട്ടിരുന്ന് മീൻ പിടിക്കുകയാണ്. ഒരുപാട് നേരമായിട്ട് അവർ ലൂഫിയുടെ അലർച്ചയും നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നും കേൾക്കാനും ഇല്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവര് പാകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരെ ഒരു സീ മോൺസ്റ്റർ അതിപ്പോ കടലിലൂടെ സ്പീഡിൽ ഓടുന്നതായിട്ട് കാണുക. അതിനെന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ അതിനെ തന്നെ നോക്കി നിൽക്കും. അടുത്ത സെക്കൻഡ് ചോര തുളുമ്പി അതങ്ങനെ ചത്തു വീഴാണ്. അവരാണെങ്കിൽ ആകാംക്ഷയില് അവിടേക്ക് തന്നെ നോക്കി നിൽക്കും. അടുത്ത സെക്കൻഡ് സാക്ഷാൽ റെയിലി അവനിപ്പോ ഐലാൻഡിലേക്ക് കടന്നു വരും. അവനെ കണ്ട എല്ലാവരും അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. റെയിലി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആക്ച്വലി കപ്പലിൽ വരായിരുന്നു. കപ്പൽ വലിയൊരു ചുഴിയിൽ പെട്ട് അങ്ങനെ തകർന്നു പോയി. അവിടെ മുതൽ ഞാൻ ഇവിടേക്ക് നീന്തി എത്തി. അതിനിടയിൽ കുറച്ച് മോൺസ്റ്റേഴ്സ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവറ്റകളെ ഞാൻ സിമ്പിളായിട്ട് വെട്ടിയെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആളിപ്പോ ഉടുത്തിരുന്ന ഡ്രസ്സൊക്കെ അഴിച്ചെടുത്ത് തുണിയിലെ വെള്ളമൊക്കെ പിഴിഞ്ഞു കളയാണ്. ഉടനെ ആള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇവര് വണ്ടടിക്കും. കാരണം ഇത് കോംബെൽറ്റ് ആണ്. ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് ചുഴിയൊക്കെ ഉള്ള സ്ഥലം. പിന്നെ എങ്ങനെ ഇവന്റെ കപ്പൽ ചുഴിയിൽ പെട്ടു എന്ന് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും റെയിലി വീണ്ടും പറയാ, ആക്ച്വലി ഒരുപാട് ദൂരെ വെച്ചാണ് എന്റെ കപ്പൽ തകർന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ നീന്തി വരികയായിരുന്നു. റെയിലി കാഷ്വലായിട്ട് അങ്ങനെ ടേൺ ചെയ്ത് അവരോട് ചോദിക്കും, ഞാൻ ആക്ച്വലി ലൂഫിയെ കാണാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്, അവനിവിടെ ഇല്ലേ? ഉടനെ അവരുടെ മുഖത്ത് എന്തോ ഒരു ഭീതി അങ്ങനെ പടരുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബോവ കിങ്ഡം കാണിക്കും. അവിടെയുള്ള ലേഡീസ് എല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ ലൂഫിയെ കുറിച്ചായിരിക്കും സംസാരിക്കുക. അവർക്കാണെങ്കിൽ ലൂഫിയെ കാണാൻ ഭയങ്കര ആഗ്രഹം. ഇനി ഒരു പക്ഷേ ലൂഫിയെ പോലെ തന്നെ ആയിരിക്കോ മറ്റുള്ള ആണുങ്ങളും, അവരുടെ ബോഡിയും അതുപോലെ സ്ട്രെച്ച് ആവുമോ എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ പ്രിൻസസും ഗ്രാൻഡ്മയും ബാക്കി കുറെ പെണ്ണുങ്ങളും അവരെല്ലാവരും ചേർന്ന് കാര്യമായിട്ട് ഇപ്പൊ ലൂഫിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ഓർത്ത് വലിയ മനക്കോട്ടയൊക്കെ കെട്ടി ഹായായിട്ട് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫി അവന്റെ ഇപ്പോഴത്തെ ആവശ്യം എത്രയും പെട്ടെന്ന് സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് പോകണം എന്നതാണ്. ജിംബൈ തീർത്തു പറയും, ഈ ഒരു അവസ്ഥയില് ഇങ്ങനെ ഒരു സാഹചര്യത്തില് നിനക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. എല്ലായിടത്തും നേവിയുടെ ആൾക്കാരാണ്, അവര് നിനക്ക് വേണ്ടി അരിച്ചു പെറുക്കുകയാണ്. ഓൾറെഡി നിന്റെ ബോഡി ഇപ്പോ ഭയങ്കര വീക്കാണ്. സോ ഈ ഒരു അവസ്ഥയില് നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ മുൻപിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ കണ്ടേ പറ്റൂ. അങ്ങനെ അവർ സംസാരിച്ച് ട്രഫാൽഗർ ലോ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ ഇപ്പൊ ട്രഫാൽഗർ ലോയോ അവന്റെ ആൾക്കാരോ സബ്മറീനോ ഒന്നുമില്ല. അപ്പൊ ദൂരത്തായിട്ട് ക്യാഷ്വലായിട്ടിരിക്കുന്ന റെയിലി അവൻ കാണും. ലൂഫി വണ്ടർ അടിച്ച്, റെയിലി നീ എങ്ങനെ ഇവിടേക്ക് വന്നു? നീ എനിക്ക് തന്ന ആ വിബ്രു കാർഡ് അതുപയോഗിച്ച് സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. റെയിലി പറയും, നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ കൊടുത്ത വിബ്രു കാർഡില്ലേ, അവരാരും അവിടേക്ക് വന്നിട്ടില്ല. ഇവിടെ ജിംബൈ ആണെങ്കിൽ റെയിലിയെ കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരാളെ ഇത്രയും ക്ലോസ് ആയിട്ട് ജിംബൈ കാണുന്നു. റെയിലി ആണെങ്കിൽ അവന്റെ ക്യാപ്പ് എടുത്ത് ലൂഫിയുടെ കയ്യിൽ കൊടുക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഉടനെ ലൂഫി അവൻ ട്രഫാൽഗർ ലോയെ കുറിച്ച് ചോദിക്കും. അതിന് റെയിലി പറയും, അവനും അവന്റെ ടീമും ഇവിടുന്ന് പോയി, നിന്നോട് 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ട്രഫാൽഗർ ലോയുടെ സബ്മറൈൻ കാണിക്കും. അവിടെ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര സങ്കടമാണ്. ആ ഗേൾസിനെയൊക്കെ കണ്ട് ഒന്ന് ലൈൻ അടിച്ച് കറക്കെ എടുത്തിട്ടൊക്കെ പോവാന്നാണ് അവർ കരുതിയത്. പക്ഷെ ഇവിടെ ട്രഫാൽഗറിന് അവന് നന്നായിട്ട് അറിയാം, റെയിലി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അതേസമയം ഐലാൻഡിലാണെങ്കിൽ ഇപ്പൊ റെയിലിയെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ആക്ച്വലി ഈ ലേഡീസിനും റെയിലിയെ അറിയാം. കാരണം ഇവരിൽ കുറച്ചു പേരെ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അടുത്ത് രക്ഷപ്പെടുത്തിയത് സാക്ഷാൽ റെയിലിയാണ്. പ്രിൻസസ് ആണെങ്കിൽ റെയിലി ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല. അവളിപ്പോ ലൂഫിയുടെ അടുത്ത് വന്ന് നിൽക്കും. അതിനുശേഷം തലയൊക്കെ താഴ്ത്തി കാലുകൊണ്ട് കളമൊക്കെ വരച്ച് അവൾ ഉണ്ടാക്കിയ ഫുഡ് അതിപ്പോ ലൂഫിക്ക് നേരെ നീട്ടുകയാണ്. ജിംബൈക്കാണെങ്കിൽ ആ ഫുഡ് കാണുമ്പോൾ തന്നെ അവന്റെ വയറ്റിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് വരും. പ്രിൻസസ് തീർത്തു പറയും, ഇത് ലൂഫിക്കുള്ളതാണ്, വളരെ കുറച്ച് ഫുഡ് മാത്രമേ നീ കഴിക്കാൻ പാടുള്ളൂ. അതേസമയം റെയിലി ആണെങ്കിൽ ഷാഗി കൊടുത്തയച്ച ഒരു ലെറ്റർ ഗ്രാൻഡ്മയുടെ കയ്യിൽ കൊടുക്കും. ആക്ച്വലി ഷാഗി, റെയിലി ഇവരെല്ലാവരും ചേർന്നാണ് പ്രിൻസസിനെയും അവളുടെ സിസ്റ്റേഴ്സിനെയും സെലസ്റ്റിയൽ ഡ്രാഗന്റെ അടുത്ത് രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പൊ റെയിലി വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ആർമി, ഗവൺമെന്റ് അങ്ങനെ എല്ലാവരും ഇപ്പൊ അന്വേഷിക്കുന്നത് ലൂഫിയാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടേക്ക് വരാൻ അവരെ കൊണ്ട് കഴിയില്ല. എനിക്ക് തന്നെ ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നത് സാക്ഷാൽ കൂമയാണ്. ആക്ച്വലി കൂമ റവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പറാണ്.
സോ അവനെ കൊണ്ട് ഡ്രാഗന്റെ മകനെ കൊല്ലാനായിട്ട് കഴിയില്ല. ആക്ച്വലി നമ്മുടെ റെയിലി ലൂഫിയെ സബോർഡിനേറ്റ് ആർക്കി പലക മുതലേ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രിൻസസിന് ലൂഫിയോടുള്ള ഇഷ്ടം പോലും ആൾക്ക് നന്നായിട്ട് അറിയാം. റെയിലി ഇപ്പോ ലൂഫിയുടെ തൊട്ടടുത്തേക്ക് വരും. സത്യം പറയും, നീ എന്തിനാണ് സബോർഡിനേറ്റ് ആർക്കി പലകത്തിലേക്ക് പോണെന്ന് ആഗ്രഹിക്കുന്നത്? അവന്റെ ചോദ്യം കേട്ട് കാര്യം പിടികിട്ടിയ ലൂഫി അവനങ്ങനെ തല താഴ്ത്തി നിൽക്കും. റെയിലി വീണ്ടും പറയും, നീ അവിടേക്ക് പോയാ ഉറപ്പായാലും അത് വലിയ അപകടം മാത്രമേ ഉണ്ടാക്കൂ. വേൾഡ് ഗവൺമെന്റ് അന്വേഷിക്കുന്ന വലിയൊരു ക്രിമിനലാണ് നീ ഇപ്പോ. അവരുടെ കയ്യിൽ പെട്ട നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല നിന്റെ ഫ്രണ്ട്സിനെ തേടി നീ അവരെയൊക്കെ കണ്ടുപിടിച്ച അവരും നീ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി കൂമ അവൻ നിങ്ങളെ കൊല്ലാനോ നശിപ്പിക്കാനോ അല്ല ശ്രമിച്ചത്, മറിച്ച് രക്ഷിക്കാനാണ്. ലൂഫി ഈ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ നിൽക്കും. അതിനുശേഷം വീണ്ടും അവൻ അവന്റെ ഫ്രണ്ട്സുകളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുകയാണ്. റെയിലി ആണെങ്കിൽ വീണ്ടും അവനെ വാൺ ചെയ്യും. നീ ഇപ്പോ നിന്റെ ടീംമേറ്റ്സിനെ അന്വേഷിച്ച് സബോർഡിനേറ്റ് ആർക്കി പലകത്തിലേക്ക് പോയാ നിന്റെ ബ്രദറിന് എന്ത് സംഭവിച്ചോ അത് തന്നെയായിരിക്കും നിന്റെ ടീംമേറ്റ്സിന് സംഭവിക്കുക. സോ നീ ഇപ്പൊ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത്. നിനക്ക് സാധിക്കുമെങ്കിലും മാത്രം നീ അത് ചെയ്യുക. അത് കേട്ട് നമ്മുടെ ലൂഫി അവനും റെയിലി പറയുന്ന കാര്യം അത് കേൾക്കാനും അനുസരിക്കാനും തയ്യാറായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇപ്പൊ ഉസോപ്പിനെ കാണിക്കും. ഉസോപ്പ് ആണെങ്കിൽ ഒരു ബോൾ പോലെ ഉരുണ്ടുരുണ്ട് എവിടേക്ക് ഓടുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ ആ ഹെറക്ലസും. അവൻ ഉസോപ്പിനോട് വിളിച്ചു പറയും, ഉസോപ്പ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഈ അവസ്ഥയിൽ അവിടേക്ക് പോകരുത്. പക്ഷെ ഉസോപ്പാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ടേക്ക് ഓടും. അപ്പോഴാണെങ്കിൽ അവന്റെ മുൻപിൽ വലിയൊരു ജീവി. ഉസോപ്പ് സ്റ്റിക്ക് വെച്ച് അതിനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് നൈസായിട്ട് ഉസോപ്പിനെ തട്ടി മുകളിലേക്ക് പറത്തി വിടും. തെറിച്ചടിച്ചു വീണ ഇപ്പൊ നമ്മുടെ ഉസോപ്പിനെയും വലിച്ചു കൊണ്ടുവന്ന് ഹെറക്ലസ് അവൻ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഉസോപ്പ് അവൻ ന്യൂസ് പേപ്പർ വായിച്ച് എയ്സ് മരിച്ച വാർത്ത അറിഞ്ഞ് ഷോക്കായിട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ടീംമേറ്റ്സിന്റെ അടുത്തേക്ക് തിരികെ പോണെന്ന് പറഞ്ഞാണ് അവൻ ഉഷാറായിട്ട് അതുവഴി ഓടിക്കൊണ്ടേയിരുന്നത്. പക്ഷെ ഓരോ തവണ നമ്മുടെ ഉസോപ്പ് ഓടുന്തോറും ഈ ഒരു വലിയ ജീവി അത് ഉസോപ്പിനെ മുകളിലേക്ക് തട്ടിയെറിയും. ഉസോപ്പാണെങ്കിൽ കഷ്ടപ്പെട്ട് ഓരോ വഴിയിലൂടെ രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഇതുപോലുള്ള ജീവികള്, ഒരുപാട് ചെടികള്, അവറ്റകളെല്ലാം ചേർന്ന് ഉസോപ്പിനെ പുറത്തു വിടാതെ അകത്ത് തന്നെ ലോക്ക് ചെയ്യാണ്. ആക്ച്വലി ഈ ഒരു ഐലാൻഡിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് പോവാൻ അവിടെയുള്ള ജീവികളും സസ്യങ്ങളും ഒന്നും തന്നെ അനുവദിക്കില്ല. ഹെറക്ലസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉസോപ്പിനെ ഉപദേശിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഉസോപ്പിനെ കാണാനുണ്ടാവില്ല. അവൻ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ച് അവിടെയുള്ള ജീവികളോടും സസ്യങ്ങളോടും ഒക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെർലുക്സ് വീണ്ടും അവനെ രക്ഷിക്കാൻ അവന്റെ അടുത്തേക്ക് പോകും. ആക്ച്വലി ഈ ദ്വീപിലുള്ള ഫുഡിന്റെ സ്മെല്ലെല്ലാം അടിച്ച് ഒരുപാട് ഐറ്റംസ് അവിടേക്ക് വരും. സീ കിങ്സ്, മനുഷ്യര്, ജീവികള് എന്നിങ്ങനെ ഒരുപാട് പേര്. ഒരു ഹിപ്പോ അതിപ്പോ അവിടേക്ക് വരികയാണ്. അതിനെ കാണേണ്ട താമസം ഉസോപ്പ് അവിടുന്ന് ഓടും. അത് അവിടേക്ക് വന്ന് ഇഷ്ടമുള്ളതെല്ലാം വെട്ടി വിഴുങ്ങാനായിട്ട് തുടങ്ങും. പക്ഷെ ഇനി ഹിപ്പോയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതാണ് ആ ഒരു ഐലാൻഡിന്റെ പ്രത്യേകത. ഇതൊരു ഭാഗത്ത് ഉസോപ്പ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഗണ്ണ് അതുപയോഗിച്ച് പ്ലാന്റ്സുകളെല്ലാം ഷൂട്ട് ചെയ്തും ഈ കൊളുത്തി നശിപ്പിച്ചും മുൻപോട്ടേക്ക് ഓടുകയാണ്. അപ്പോഴാണെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് അവൻ റൗണ്ട് ചെയ്യും. എനിക്ക് എങ്ങനെയെങ്കിലും സബോർഡിനേറ്റ് ആർക്കി പലകത്തിലേക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പൊരിഞ്ഞ ഫൈറ്റ്. അപ്പൊ വീണ്ടും ആ ഫ്ലവർ അതങ്ങനെ ചുരുങ്ങാനായിട്ട് ആരംഭിക്കും. ഹെറക്ലസ് നിലവിളിച്ചു പറയും, ഉസോപ്പ് അവിടെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്ക്. ഉസോപ്പിന്റെ കൺട്രോൾ പോയി അവനും ആ ഹിപ്പോയും രണ്ടുപേരും ഉരുണ്ടുരുണ്ട് ആ ഫ്ലവറിന്റെ ഒത്ത നടുവിലേക്ക് പോവാണ്. ഉടനെ ഹെറക്ലസ് ആണെങ്കിൽ ഒരു കയറിട്ട് നമ്മുടെ ഉസോപ്പിനെ ലോക്ക് ചെയ്ത് മുകളിലേക്ക് വലിക്കും. പക്ഷെ ഹെറക്ലസിന് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം, ഒരു ന്യൂസ് പേപ്പർ വായിച്ച ഉടനെ ഉസോപ്പിന് എന്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ഓടിപ്പോവാൻ തോന്നിയത്. അപ്പോഴായിരിക്കും ഉസോപ്പ് അവൻ ആ ന്യൂസ് പേപ്പറിൽ വായിച്ച കാര്യങ്ങൾ അവനോട് പറയാ. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ലൂഫി, അവന്റെ ബ്രദർ മരണപ്പെട്ടു. ഈ സമയത്ത് ലൂഫിക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടിക്കരയും. അതേസമയം വലിയ ഫ്ലവർ അതങ്ങനെ പതിയെ പതിയെ ഓപ്പൺ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.